ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റായിട്ടായിരുന്നു കേട്ടോ. അവിയലായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ. ഇന്നൊരിടം വരെ പോകേണ്ടതായതുകൊണ്ട് പെട്ടെന്നൊന്ന് പണികളൊക്കെ കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ചോറ് നേരത്തെ ആയിട്ടുണ്ട്. അപ്പോൾ സോയാബീനാണ് അപ്പുറത്തെ സ്റ്റവിലിരിക്കുന്നത്. ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാട്ടോ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടില്ല. കറിവേപ്പില എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, മേടിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ വഴറ്റിയെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് കണ്ട് ഞെട്ടണ്ട, കട്ടിംഗ് ബോർഡ് പഴയതാണ്. പുതിയതുണ്ടായാലും എൻ്റെ കണ്ണ് പഴയതിലേക്ക് മാത്രമേ പോവുള്ളൂ. എന്നിട്ട് അതിനൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കുന്നുണ്ട്. നമ്മൾ ഭംഗി കണ്ട് മേടിച്ച പാത്രമാണെങ്കിലും പാത്രം അടുക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്കുള്ള ഗുണമൊന്നും അതിനകത്ത് കാണുന്നില്ല. പിന്നെ തക്കാളി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ സോയാബീൻ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിനകത്തോട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടെ നമ്മൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിയിട്ട് ഒന്ന് ഒരു ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കറി അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളം വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കുന്നുണ്ട്. ഈ പാത്രം തീരെ കൊള്ളില്ല, ഒരു വൃത്തിയില്ലാത്ത പോലത്തെ ഒരു പാത്രം. അതിനെ എന്നിട്ട് റെഡിയായി, കറി ഇന്ന് റെഡിയായി. അപ്പോൾ അതിനെ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നേരത്തെ ചോറുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കറി ഇത് മാത്രമേ ഉള്ളൂ, തോരനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ തോരനൊന്നും വേണമെന്നൊന്നുമില്ല. സുർക്കയിലിട്ട് വെച്ചിട്ടുള്ള നാരങ്ങയുണ്ട്, കാന്താരി മുളകുണ്ട്, ഒരു പപ്പടമുണ്ട്, കറിയുണ്ട്. ഒന്ന് വേഗം കഴിച്ചിട്ട് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.